ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഇതൊരു ഒരു തേങ്ങയും മനസ്സിലാവില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അപ്പോഴത്തേനാണ് പെട്ടെന്നൊരു തിരക്ക് വന്നത്. ഞങ്ങൾക്ക് സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ലാബ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച നോക്കുമ്പോൾ എന്തോ ഒരു ലീവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ചൊവ്വാഴ്ച, അതായത് ഇന്ന് നോക്കുമ്പോൾ 2 എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് റഫ് റെക്കോർഡും ഫെയർ റെക്കോർഡും ഒക്കെ അതേപോലെ തന്നെ 2 എഴുതണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു ഇന്നലെ, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ നമ്മൾ നിർത്തിയത് മുന്നത്തെ പാട്രിയാർക്ക് 10 വർഷത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടൊരു ഡേഞ്ചർ നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, ഇനി അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം 6 ബെർസെക് സേബർ വാരിയേഴ്സിൻ്റെ കാര്യം. അങ്ങനെയാണെന്ന് തന്നെ തോന്നുന്നു. അവരുടെ ആ ഗ്രേറ്റ് മാർഷൽ ആർട്സ് പവർ കണ്ടപ്പോൾ എനിക്കും അത് ഉറപ്പായി. ചിലപ്പോൾ ആ 6 ബെർസെക് സേബർ വാരിയേഴ്സിനും നമ്മളെ മുന്നത്തെ പാട്രിയാർക്കിൻ്റെ ഡിസപ്പിയറൻസിനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ റീയൂണിയന് ഡേറ്റ് മുന്നേക്കാക്കാനുള്ള നിങ്ങളുടെ റീസൺ എന്താ? അത് നോക്കുമ്പോൾ സർമ യോണിനെ നോക്കാൻ തുടങ്ങി. അദ്ദേഹം എന്തിനാ എന്നെ നോക്കണേ? പിന്നെ നമ്മളെ കാണിക്കുന്നത് പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സാണ്. നമ്മളുടെ അതിർത്തി വിട്ട് പോണത് വരേക്കും സർമാനെ ഞങ്ങൾ ഫോളോ ചെയ്യണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ ഏരിയ ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക. പക്ഷെ അത് ബോഡി ഗാർഡ്സിനെ മാത്രം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് നമ്മുടെ പാട്രിയാർക്കിൻ്റെ ഡയറക്റ്റ് ബോഡി ഗാർഡിലെ ക്യാപ്റ്റനാണ്, ഹിയോൺ പേ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള 2 പേരുടെ കാര്യമോ? ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്പൈയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് മൈനർ പ്രീസ്റ്റ് തിരിച്ചു വരുമെന്നാണ്. ഡിമോണിക് റീച്ചിങ് ഷോർട്ട് സെക്റ്റത്തെ എൽഡർ മൂവായോണ്ട കാര്യം അതുപോലെ തന്നെ. ഓ, അപ്പോൾ ഇത് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും ഇവിടെ എത്തിയ പോലെ തന്നെ തോന്നുന്നു. പാട്രിയാർക്ക്, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതല്ലേ അവനെ ഇനി നിങ്ങളുടെ കളിപ്പാവായിട്ട് കിട്ടില്ലെന്ന്. പക്ഷേ അവനെ നിങ്ങൾ എപ്പോഴും ഒരാളായിട്ടേ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതല്ലേ നിങ്ങളുടെ ഫിലോസഫി? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണതിന് മുന്നേ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കണം. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, ആ ബോൻ ഗീഗ്യോങ് അവനെന്തായാലും ഇനി ജീവനോടെ തിരിച്ചു വരില്ല. പാട്രിയാർക്ക്, ഇത്രയും കാലം അവൻ്റെ ആക്ഷൻസൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്കും അറിയുമായിരുന്നു. ഒരു കളിപ്പാവ എന്ന നിലയിൽ അവന് ഇനി ഒരു വാല്യൂ ഇല്ല. റോട്ടിങ് ഫ്ലഷ് മുറിച്ച് മാറ്റിയാൽ തന്നെ ഉള്ളൂ ബാക്കിയുള്ള ബോഡിയൊക്കെ നാച്ചുറലായി ഹീൽ ചെയ്യുക. ആദ്യം അവൻ്റെ ലിംസ് മുറിച്ച് കളയാൻ നോക്ക്. ഇത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് പാട്രിയാർക്ക്. യോൺ, യെസ് പാട്രിയാർക്ക്. ഇതൊരു പാട്രിയാർക്കൽ ഓർഡറാണ്. വാമ്യോങ്ലിനെയും സിയോക് മാങ്ങിനെയും ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. ബോൻ ഗീഗ്യോങ്ങിൻ്റെ ബോഡി യോണും അവൻ്റെ ഫോളോവേഴ്സും കൂടി കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ടതാണെങ്കിൽ ഒഹിയോൺ പീക്കിനേക്കാട്ടിലും ഒരുപാട് ദൂരത്തായിരുന്നു, ആർക്കും കണ്ടെത്താൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട്. കീ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് തന്നെ യോണ് പെട്ടെന്ന് തന്നെ അവൻ്റെ ഇൻറ്റേർണൽ എനർജിയൊക്കെ റിക്കവർ ചെയ്തെടുത്തു. പക്ഷേ റാഗ്യോമും മോവേയും ഇൻറ്റേർണൽ ഇഞ്ചുറി കാരണം സഫർ ചെയ്ത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യോണ് അവരുടെ ഇഞ്ചുറി മാറുന്ന വരേക്കും ഗാർഡായിട്ട് അവിടെ തന്നെ നിന്നു. അവസാനം യോണ് കൾട്ടിക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടെ എന്തോ സ്ട്രെയിഞ്ചായിട്ടുണ്ടല്ലോ. ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗാർഡ്സൊക്കെ ഇപ്പോൾ വളരെ മുന്നിലാണല്ലോ നിൽക്കുന്നത്. ഗ്രീറ്റിങ്സ് മൈനർ പ്രീസ്റ്റ്. നാനോ, അവർ പറയുന്ന ഡിസ്റ്റൻറ്റ് വിസ്പറിങ് ഒന്ന് ശ്രദ്ധിക്ക്. ഓക്കെ. അവൻ തിരിച്ചു വന്നു. പെട്ടെന്ന് തന്നെ പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സ്ക്ക് മെസ്സേജ് അയക്ക്. യെസ് സാർ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പാട്രിയാർക്കും അദ്ദേഹത്തിൻ്റെ ആളുകളും എൻ്റെ എല്ലാ മൂമെൻറ്റ്സും വാച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ സാർ, പറഞ്ഞ ഡേഞ്ചറിൻ്റെ ബിഗിനിങ് ആണിതെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ സാർ മാനെ ഹിയോൺപെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പാട്രിയാർക്ക്, ഹെഡ് റോയൽ ബോഡി ഗാർഡായ സാർ മായെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അകത്തോട്ട് കൊണ്ടുവരൂ. സാർ ഇന്നലത്തെ നിങ്ങളുടെ ആ ലിറ്റിൽ എസ്കേപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ വറി ചെയ്തതിനെ എന്നോട് ക്ഷമിക്കണം പാട്രിയാർക്ക്. എന്തായാലും ഞാൻ നേരെ കാര്യത്തിലോട്ട് വരാം. സെക്കൻഡ് എൽഡർ ബോൻ ഗീഗ്യോങ് ഈ സിറ്റി വിട്ട് ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിവരവും ഇപ്പം കിട്ടാനില്ല. അപ്പോൾ അതിനർത്ഥം ഞാൻ ഇതുവരെ സംസാരിച്ച് തീർന്നിട്ടില്ല.
അതുമാത്രമല്ല, എനിക്ക് കിട്ടിയ വിവരത്തിനനുസരിച്ച് മൈനർ പ്രീസ്റ്റും എൽഡർ യോണും ഇന്നലെ തന്നെ ഡിസപ്പിയർ ആയിട്ടുണ്ട്. കോപ്പ്. അപ്പോൾ അദ്ദേഹം എന്നെ മാത്രം വെച്ചിട്ടല്ല, വേറെയും ബോഡി ഗാർഡ്സിനെ വെച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മറ്റുള്ളവരെ വെച്ച് വാച്ച് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മൈനർ പ്രീസ്റ്റിൻ്റെ മുന്നത്തെ ആക്ഷൻസൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് എൽഡറിന് എന്തോ ബാഡായിട്ടുള്ള കാര്യം സംഭവിച്ചു എന്നാ. ഇനി മൈനർ പ്രീസ്റ്റ് സെക്കൻഡ് എൽഡറിനെ ഈ സിറ്റിക്ക് പുറത്തു കൊണ്ടുപോയി കൊലപ്പെടുത്തിയ അത് പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പുറത്ത് ചെയ്തതായിട്ടല്ലേ പരിഗണിക്കുക? ഓ, അപ്പോൾ ഇതായിരുന്നല്ലേ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പ്ലാനിങ്. അദ്ദേഹത്തിന് ന്യൂ ഡിമോണിക് ലോഡിൻ്റെ മേലിൽ കൂടുതൽ ഹാർഷാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് നോക്കി നിൽക്കുക. പാട്രിയാർക്ക്, മൈനർ പ്രിസ്റ്റിൻ്റെ പേഴ്സണൽ ഫീലിങ്ങുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാരണം എന്താവും? എനിക്ക് വേറെ ചോയ്സ് ഇല്ല, എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. പക്ഷേ ന്യൂ ഡിമോണിക് ലോഡിനാണെങ്കിൽ ഒരിക്കലും ടൈറ്റ് സ്പോട്ടിൽ എത്തിക്കാനും പറ്റില്ല. ഞാൻ എല്ലാ കാര്യവും പറയാം. സർമ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് കാരണം കൊണ്ട് തന്നെ അവൻ്റെ ശരീരം വളരെ വലുതായി. അതെനിക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത രീതിക്കായി. ഞാൻ തിരിച്ചെത്തിയ ഉടനെ തന്നെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പിന്നെ അവൻ്റെ ബോഡി സിറ്റിയിലോട്ട് മൂവ് ചെയ്തിട്ടുമുണ്ട് പാട്രിയാർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ബോഡി ഗാർഡ്സിനെ നിൻ്റെ ഒപ്പം അയക്കാം. പെട്ടെന്ന് തന്നെ സെക്കൻഡ് എൽഡറിൻ്റെ ബോഡി ഇവിടെ എത്തിക്കുക. യെസ് സാർ. കണ്ടിട്ട് നമുക്ക് വേണ്ട ആൻസർ തന്നെ കിട്ടിയത് തോന്നുന്നു. ഇതിലൊരു ഡൗട്ടും ഇല്ല. റാഗിയമ്മയും അവനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതിനർത്ഥം കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല എന്നാണോ? നോ, എനിക്കവനെ ഇങ്ങനെ ഡീൽ ചെയ്യല്ലാതെ വേറെ ഒരു വഴിയില്ല. നോക്കുമ്പോൾ പാട്രിയാർക്കൊരു കീ എടുത്ത് ഒരു ഷെൽഫ് തുറന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബോക്സ് എടുത്തു. ഇതൊരു ഡോമിനേറ്റിംഗ് ഇൻസെക്റ്റാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സർ മാ എനിക്ക് ലോയാലിറ്റി പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയതാണിത്. ഇത്രയും കാലമായിട്ടും ഞാനിത് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹെഡ് ഫിസിഷ്യൻ അനലൈസ് ചെയ്യായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട്. നോക്കുമ്പോൾ പാട്രിയാർക്ക് ആ ഡോമിനേറ്റിംഗ് ഇൻസെക്റ്റിനെ അങ്ങനെ വായിക്കിട്ടു. ഇപ്പോൾ അവന് എൻ്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്യല്ലാതെ വേറെ ഒരു വഴിയില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഫ്ലൈയിങ് ഫാനസെക്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. അങ്ങനെയാണ് സർ ലീയും സർ സിയോമാങ്ങും അറസ്റ്റിലായത്. നോക്കുമ്പോൾ ബേഗിനെയും വാങ്ങിഹോലിനൊക്കെ ഓരോ സ്ഥലത്തേക്കായിട്ട് അസൈൻ ചെയ്തിക്കാണ്. ഓ, അപ്പോൾ അവരെല്ലാവരെയും മറ്റുള്ള 4 സെക്റ്റിക്കും അസൈൻ ചെയ്തിക്കാണല്ലേ. ഇന്ന് രാവിലെയാണ് അവരെല്ലാവരെയും പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയത്. അവരെ ഈ അസൈൻ ചെയ്തതിൻ്റെ റീസണായിട്ട് പറഞ്ഞത് വാർഡൻ ക്ലാസിൻ്റെ മേലേക്കുള്ള എല്ലാവരെയും ഓരോ പൊസിഷനിക്ക് അസൈൻ ചെയ്യുകയാണെന്നാ. ബട്ട് താങ്ക്ഫുള്ളി എനിക്കതിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ പറ്റി മൈലോഡ്. എനിക്ക് തോന്നുന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നിന്നെക്കൊണ്ട് ഒരു ഹെൽപ്പും ഇല്ല എന്നുള്ള കാര്യം. ഇത് 2 റോയൽ ബോഡി ഗാർഡ്സിൻ്റെയും വാർഡൻസിൻ്റെയും കാര്യം മാത്രമല്ല. ഇങ്ങനെ എൽഡർ സമയെ ഹുനാനിലുള്ള ടീമിൻ്റെ ഒപ്പം ഇൻസ്പെക്ഷൻ അയച്ചേക്കാണ്. എൽഡർ മുന്നിനാണെങ്കിൽ 6x6 സേബർ വാരിയേഴ്സിൻ്റെ ഒപ്പമുള്ള വാറിന് ഒരു ഡിഫെൻസീവ് ലൈന് ഫോം ചെയ്യാനുള്ള ഓർഡർ കിട്ടി. എനിക്ക് തോന്നുന്നത് എനിക്കും പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ കിട്ടുമെന്നാണ്. പാട്രിയാർക്കിൻ്റെ വാരിയേഴ്സ് കുറേ പ്രാവശ്യം നിങ്ങൾ അന്വേഷിച്ചത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത. പക്ഷേ നീ മാസ്ക് ഊരിയത് കൊണ്ട് തന്നെ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാവും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. പാട്രിയാർക്കിന് എങ്ങനെ ഇത് നമ്മളോട് ചെയ്യാൻ കഴിഞ്ഞ്? ശരിക്കും പറഞ്ഞാൽ അവർ നമ്മുടെ ലോഡിനെ ഒരു ഫോഴ്സും ഇല്ലാതെ ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ 2 പേരെങ്കിലും ഇതൊന്നൊക്കെ ഒഴിഞ്ഞല്ലോ എൽഡർ ഹാൻ. അത് കാരണങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിലും പറഞ്ഞത് ശരിയാ. എന്തായാലും പാട്രിയാർക്കിൻ്റെ അറ്റംപ്റ്റ് ഡയറക്റ്റ് ഈ മൈനർ പ്രീസ്റ്റിൻ്റെ പിന്നാലെ പോകാനല്ല ഞാൻ വിശ്വസിക്കണത്. നോക്കുമ്പോൾ പെട്ടെന്ന് അവരൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്താ കാര്യം മൈലോഡ്? എന്തെങ്കിലും തെറ്റായിട്ടുള്ളതാണോ? എന്തെങ്കിലും ആക്ഷൻ എടുക്കാനൊക്കെ വളരെ വൈകിപ്പോയി. പെട്ടെന്നൊരാൾ ഓടി വന്നു അവിടേക്ക് ചീഫ് എന്ന് വിളിച്ചിട്ട്. എന്താ? പുറത്ത് നമ്മുടെ മാനറിൻ്റെ ഫ്രണ്ടിൽ പുറത്തൊരുത്തം വന്നിട്ടുണ്ട്. അവൻ പറയുന്നത് അവൻ കേഴ്സഡ് സ്വാഡ് ബ്രിഗേഡിൻ്റെ വാർഡനാണെന്നും പാട്രിയാർക്കിൻ്റെ മെസ്സഞ്ചറാണെന്നൊക്കെയാണ്. എന്ത്? കേഴ്സഡ് സ്വാഡ് ബ്രിഗേഡോ? ഈ കേഴ്സഡ് സ്വാഡ് ബ്രിഗേഡിനെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ ഇത്ര ഭയപ്പെടുത്തിയത്? കേഴ്സഡ് സ്വാഡ് ബ്രിഗേഡ് എന്ന് പറയുമ്പോൾ അത് സ്വാഡ് സെക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന 2 ഷാഡോ സ്വാഡ് സെക്റ്റിനിൽ ഒന്നാണ്.
അവരാണ് കഴ്സഡ് സ്വാഡ് സെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രിഗേഡ്. 2 ഷാഡോ സ്വാഡ് സെക്റ്റിൻ്റെ ഹിഡൻ ഫോഴ്സായിട്ടാണ് പറയല്. ഒന്ന് കഴ്സഡ് സ്വാഡ് സെക്റ്റും പിന്നൊന്ന് മില്യൺ സ്വാഡ് സെക്റ്റും. പക്ഷെ 3 വർഷങ്ങൾക്ക് മുമ്പ് അക്കാഡമിയിലെ എക്സാമിനേഷൻ്റെ ടൈമിൽ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്ത പ്രിസണേഴ്സിൽ മില്യൺ സ്വാഡ് സെക്റ്റും ഇൻവോൾവ് ആയതായിട്ട് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അവരുടെ സെക്റ്റിനെ പൂർണ്ണമായിട്ടും ഡിസ്ബാൻഡ് ചെയ്തു. പക്ഷേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവർ ഇത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം. ഇതൊരിക്കലും നല്ലതല്ല. നോക്കുമ്പോൾ പെട്ടെന്ന് യോൺ അവിടുന്ന് നീച്ച് നടക്കാൻ തുടങ്ങി. മൈലോഡ്, അമ്മ മരിക്കുമ്പോൾ ആ മനുഷ്യൻ വെറുതെ നോക്കി നിന്നുള്ളതുകൊണ്ട് മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് ഗ്രഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും പവർ സ്ട്രഗിളിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ മുഖാമുഖം വന്ന് നിൽക്കുന്നു. ചിലപ്പോൾ ഇത് നടക്കാൻ വിധിച്ച കാര്യമാവും. എൽഡർ ഹോൻ, ഞാൻ നിങ്ങളോട് ഇതിനു മുന്നേ ഒരു ഫേവർ ചോദിച്ചായിരുന്നു. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ഓഫ് കോഴ്സ് മൈ ലോഡ്. സർ പേ, അവരെന്തോ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെന്താ കൂടുതലും നേരം എടുത്തുകൊണ്ട് നിൽക്കുകയാണല്ലോ. പക്ഷേ ഇതെന്തായാലും അവർ തിരിച്ചടിക്കാൻ വേണ്ടി ഫോഴ്സിനെ ഗ്യാദർ ചെയ്യേണ്ടതായിട്ട് തോന്നുന്നില്ല. നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ യോണും അവൻ്റെ ഫോളോവേഴ്സൊക്കെ പുറത്തേക്ക് വന്നു. ഗ്രീറ്റിംഗ്സ് മൈനർ പ്രീസ്റ്റ്. ഫ്ലൈയിങ് ഫാൻ ഇൻസെക്റ്റിലെ ഞങ്ങളെ മാനറിന് ചുറ്റും ഇത്രയും വാരിയേഴ്സ് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എൽഡർ വൺ, നിങ്ങളെ ഞങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇതൊരിക്കലും തെറ്റായിട്ടുള്ള രീതിക്ക് എടുക്കരുത്. കഴ്സഡ് സ്വാഡ് ബ്രിഗേഡ് ഇവിടെ വന്നത് ഫ്ലൈയിങ് ഫാൻറ്റം സെക്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ പാട്രിയാർക്കിൻ്റെ അടുത്ത് നിന്ന് മൈനർ പ്രീസ്റ്റിനൊരു ഓർഡറും കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ മൈനർ പ്രീസ്റ്റ് യോൺ ചിയോൺ ഹംബ്ലി പാട്രിയാർക്കിൻ്റെ ഓർഡറിനെ അക്സെപ്റ്റ് ചെയ്യണു. ഷെജിയാങ്ന്ന് നമുക്ക് അർജൻറ്റായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. 6/6 സൈബർ വാരിയേഴ്സ് സൗത്ത് നിന്ന് ഫുജിയാൻക്ക് മൂവ് ചെയ്യുന്നതായിട്ട്. ഈ ആർമി മൊത്തം മൈനർ പ്രീസ്റ്റിൻ്റെ കമാൻഡിനനുസരിച്ച് നടക്കുന്നതായിരിക്കും. അവരെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ നോർത്തേൺ ഫുജിയാൻക്ക് പോയിട്ട് 6/6 സൈബർ വാരിയേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യണം. ഇതൊരു പ്രസ്സിങ് ഇഷ്യൂ ആണ് മൈനർ പ്രീസ്റ്റ്. അപ്പോൾ പാട്രിയാർക്കൽ ഓർഡർ പ്രകാരം നിങ്ങൾ ഈ കഴ്സഡ് സ്വാഡ് ബ്രിഗേഡിനെ ലീഡ് ചെയ്ത് പോകണം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവല്ലേ? ഓ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാന് എത്രയും പെട്ടെന്ന് തന്നെ ഈ കൾട്ടിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും വരും നിങ്ങളുടെ കൂടെ. പാട്രിയാർക്കിൻ്റെ ഓർഡർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? നമ്മുടെ പാട്രിയാർക്ക് ഓർഡർ ചെയ്തത് മൈനർ പ്രീസ്റ്റിനോട് ഒറ്റയ്ക്ക് പോവാനാ. മൈനർ പ്രീസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാപ്പിൽ ചെന്ന് വീഴാനാണ് പാട്രിയാർക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പവറും അതോറിറ്റിയും ഭീഷണിയിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ ഇങ്ങനെ കൊല്ലണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറപ്പെടുകയല്ലേ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക്കൾട്ടിൻ്റെ മോർച്ചറിയുടെ അടുത്താണ്. ബോഡി റിട്രീവ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ ഇവിടെ എന്തോ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം നമുക്ക് ഈ ബോഡി ക്ലീൻ ചെയ്യണം. അതിനുശേഷം പാട്രിയാർക്കിന് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. വെയിറ്റ്, നിങ്ങളെന്തിനാ ഇത് ഇൻസിനറേറ്റർക്ക് കൊണ്ടുപോകുന്നത്? ഇൻസിനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി കത്തിക്കൂലേ, അതിനാണ് പറയുന്നത്. ഇത് പാട്രിയാർക്കിൻ്റെ കയ്യിൽ നിന്നുള്ള ഡയറക്റ്റ് ഓർഡറാണ്. ഇതിലിനി കൂടുതൽ പരിശോധിക്കാനൊന്നും നിൽക്കണ്ട. അതുപോലെ തന്നെ സർമ്മ, നിങ്ങളിപ്പോൾ ഇതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ എത്തിയാൽ ഉടനെ തന്നെ നേരെ ഗ്രാൻഡ് ഹാളിലോട്ട് കൊണ്ടുവരാനാണ് പാട്രിയാർക്കിൻ്റെ ഓർഡർ. അതിന് മീറ്റിംഗ് നടക്കാതെ ഒരിക്കലും ഗ്രാൻഡ് ഹാൾ ഓപ്പൺ ആവില്ലല്ലോ. ഗ്രാൻഡ് ഹാളിലുള്ള മീറ്റിംഗൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റായി. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ മീറ്റിംഗ് എന്തിനെക്കുറിച്ചാണ്? അത് മൈനർ പ്രീസ്റ്റിൻ്റെ ഡീത്രോൺമെൻറ്റിനെ കുറിച്ചാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണ്. ഒരു സംശയമില്ല, അദ്ദേഹം എന്തായാലും മൈനർ പ്രീസ്റ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൈനർ പ്രീസ്റ്റ് അവിടെ ഉണ്ടാവില്ല. ഈ മീറ്റിംഗ് മൈനർ പ്രീസ്റ്റിൻ്റെ ഡീത്രോൺമെൻറ്റിനെ കുറിച്ചാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനെ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. പക്ഷേ ഇവിടെ ആകെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഫോളോവറായ എൽഡർ ഹുവാനാണ്. സർമ്മ, സെൻറ്ററിൽ വന്ന് നിൽക്ക്. യെസ് പാട്രിയാർക്ക്. പിന്നെ നോക്കുമ്പോൾ സർമ്മ സെൻറ്ററിൽ വന്ന് നിന്നു. സർമ്മ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. യെസ് പാട്രിയാർക്ക്. മൈനർ പ്രീസ്റ്റ് യോൺ ചിയോൺ
സെക്കൻഡ് എൽഡറായ ബോൺ ഗീഗ്യോങ്ങിനെ അറ്റാക്ക് ചെയ്യണതും കൊലപ്പെടുത്തുന്നതും നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് സത്യമാണോ? അത് കേട്ടപ്പോൾ സർമ ഒന്ന് ഞെട്ടി. പാട്രിയാർക്ക്, സർമ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൻസറാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പോയിസണസ് ഇൻസെക്റ്റ് ഇപ്പം തന്നെ പൊട്ടി ചിതറാൻ പോവുക. ശരി, ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം സർമ. മൈനർ പ്രീസ്റ്റ് യോൺചിയോൺ സെക്കൻഡ് എൽഡറായ ബോൺ ഗീഗ്യോങ്ങിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് സത്യമാണോ? മൈനർ പ്രീസ്റ്റ് സെക്കൻഡ് എൽഡറിനെ അറ്റാക്ക് ചെയ്തിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, മൈനർ പ്രീസ്റ്റ് എനിക്ക് വേറെ വഴിയില്ല എന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ പാട്രിയാർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഇൻറ്റേണൽ എനർജി ആ ഡോമിനൻ്റ് ഇൻസെക്റ്റൊക്കെ കടത്തി വിടാൻ തുടങ്ങി. സെക്കൻഡ് എൽഡർ ബോൺ ഗീഗ്യോങ്ങിനെ കൊന്നിട്ടുമില്ല. എന്താ അവനൊന്നും റിയാക്ട് ചെയ്യാത്തത്? ഇതിന് കാരണം സെക്കൻഡ് എൽഡർ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് അത് പറഞ്ഞപ്പോഴത്തേന് പാട്രിയാർക്ക് അവിടെ നിന്ന് ചാടി. എന്നിട്ട് സർ മാന അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നേരെ അദ്ദേഹത്തിൻ്റെ മുന്നേക്കട് വന്നു. പക്ഷേ അപ്പോഴത്തേനത് വേറെ ആരോ വന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. നോക്കുമ്പോൾ അത് നമ്മുടെ എൽഡർ ഹാനായിരുന്നു പാട്രിയാർക്കിനെ സ്റ്റോപ്പ് ചെയ്തത്. ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തതിനാണ് സെക്കൻഡ് എൽഡറിനെ മൈനർ പ്രീസ്റ്റ് കൊന്നത്. നിനക്ക് എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യമുണ്ടോ എൽഡർ ഹാൻ? അതിന് ഞാൻ എൽഡർ ഹാൻ അല്ലല്ലോ. എന്ത്? നോക്കുമ്പോൾ എൽഡർ ഹാൻ ആ സ്കിൻ മാസ്ക് പെട്ടെന്ന് ഇങ്ങനെ ഊരാൻ തുടങ്ങി. അത് കണ്ടപ്പോഴാണെങ്കിൽ പാട്രിയാർക്കൊന്ന് ഞെട്ടി. പിന്നെ നമ്മളെ കാണിക്കുന്നത് എൽഡർ ഹാൻ അല്ല, അത് നമ്മളെ യോൺചിയോണായിരുന്നു. അത് മൈനർ പ്രീസ്റ്റ് അല്ലേ? ഇല്ല, ഇങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് മൈനർ പ്രീസ്റ്റ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത് പാട്രിയാർക്ക്. നോക്കുമ്പോൾ അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ മൈനർ പ്രീസ്റ്റിൻ്റെ വേസ്റ്റിൽ പോണ എൽഡർ ഹാനെ കാണിക്കുന്നത്. വാർഡൻ, നമ്മളിപ്പോൾ ഡിമോണിക് കൾട്ടിൽ നിന്ന് 45 മൈൽ അപ്പുറത്താണ്. ഈ ദൂരമൊക്കെ ധാരാളമാണ്. നോക്കുമ്പോൾ പെട്ടെന്ന് അതിലൊരു ഗാർഡ് സോഡും പിടിച്ച് വരാൻ തുടങ്ങി. നീ ഇവിടെ എന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മൈനർ പ്രീസ്റ്റ്. ഇതായിരിക്കും നിങ്ങളുടെ ഗ്രേവ്. ഇപ്പം എന്തായാലും ചാവാനുള്ള സമയമായി. എപ്പോഴാണ് നിങ്ങൾ എനിക്കെതിരെ തിരിയാമെന്നും ആലോചിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. എന്തായാലും ഞാൻ വിചാരിച്ചതൊക്കെ ശരിയാ. നോക്കുമ്പോൾ എൽഡർ ഹാനാണെങ്കിൽ ആ അറ്റാക്കുന്നുണ്ട് ഒഴിഞ്ഞു മാറി. എന്നിട്ട് നേരെ തിരിച്ചൊരു അറ്റാക്ക് കണ്ട് കൊടുത്തു. അതിൽ നോക്കുമ്പോൾ ആ ഗാർഡിൻ്റെ തല എന്നിട്ട് മുറിഞ്ഞ് നേരെ താഴ്ക്കണ്ട് വന്ന് വീണു. അപ്പോൾ അവസാനം വരെയും നീ റെസിസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മൈനർ പ്രീസ്റ്റ്? അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മൈനർ പ്രീസ്റ്റ് അല്ല. നോക്കുമ്പോൾ എൽഡർ ഹാൻ ആ സ്കിൻ മാസ്ക് കണ്ട് ഊരി. ഓ, ജസ്റ്റ് മിസ്. ഇപ്പം തന്നെ എൻ്റെ 2 സ്കിൻ മാസ്ക് ഊരി പോന്നേനെ. എൽഡർ ഹാനോ? അപ്പോൾ ഇത്രയും നേരം നീ മൈനർ പ്രീസ്റ്റായിട്ട് അഭിനയിക്കുമായിരുന്നല്ലേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ പാട്രിയാർക്കിൻ്റെ ഓർഡർ ധിക്കരിക്കും? പാട്രിയാർക്കിനെ ധിക്കരിക്കേ? ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് മൈനർ പ്രീസ്റ്റിനോട് യാത്ര പോവാനാണ്. അതിലൊരിക്കലും അദ്ദേഹത്തിനോട് മരിക്കാനുള്ള കാര്യമൊന്നും പറയുന്നില്ലല്ലോ. ആ ട്രൈറ്ററിനെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കൾട്ടിക്ക് തിരിച്ചു പോവുകയാണ്. യെസ് സാർ. നിനക്ക് ഇത്രയും ആൾക്കാരുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഭയങ്കര സ്വിഫ്റ്റും എലൂസീവും ആയിട്ടാണ്. നിനക്ക് ശരിക്കും എന്നെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ജനസിസ് മാസ്റ്റർ ലെവലിലുള്ള ഒരാൾക്കെതിരെയാണ് നിൽക്കുന്നതെന്ന്. നീ എന്താ വിചാരിച്ച് ഞങ്ങൾ അതിന് പോലും പ്രിപ്പയർ ആയിട്ടല്ല വന്നതെന്നോ? നോക്കുമ്പോൾ അവിടെ എല്ലാ ഗാർഡ്സൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അലറാൻ തുടങ്ങി. ഓ, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് കൾട്ടിലുള്ള ഗ്രാൻഡ് ഹാളാണ്. അത് മൈനർ പ്രീസ്റ്റാണ്. ഇവിടെ എന്താ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കുറപ്പായിരുന്നു ആ മുന്നേ കേട്ടത് എൽഡർ ഹാൻ്റെ സൗണ്ട് തന്നെയാണ്. നോക്കുമ്പോൾ നാനോ വോയിസ് ഒറിജിനലാക്കി മാറ്റി. ഓ, അപ്പോൾ അവൻ എന്തോ ഡിസെപ്റ്റീവ് സോഴ്സറി ഉപയോഗിക്കുമായിരുന്നു അല്ലേ? ഈ ധിക്കാരം ഞാൻ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല മൈനർ പ്രീസ്റ്റ്. നീ എൻ്റെ പാട്രിയാർക്കൽ ഓർഡേഴ്സിനെ ധിക്കരിക്കുക മാത്രമല്ല ചെയ്ത്, എന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ മാത്രം നിനക്ക് എവിടുന്ന ധൈര്യം വന്നത്? ഇത് നമ്മുടെ കൾട്ടിനോട് ചെയ്ത വഞ്ചനയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ പാട്രിയാർക്ക്. നിങ്ങൾ എന്തിനാണ് സെക്കൻഡ് എൽഡറിനെ ഞാൻ അറ്റാക്ക് ചെയ്തു, മർഡർ ചെയ്തു എന്നുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഡീത്രോൺ ചെയ്യാൻ നോക്കുന്നത്? എന്താ നീ പറഞ്ഞേ? ഫാൾസായിട്ടുള്ള അക്യൂസ്നോ? സർമ,
ഈ മൈനർ പ്രീസ്റ്റ് എൻ്റെ പാട്രിയാർക്കൽ ഓർഡേഴ്സിനെയാണ് ധിക്കരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്യുക. എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവരും ഇത് കണ്ടില്ലേ? ഹെഡ് റോയൽ ബോഡി ഗാർഡായ റാഗിയോമ്മ ലോയാലിറ്റി കൊടുക്കുന്നത് മൈനർ പ്രീസ്റ്റിനാണ്, എനിക്കല്ല. ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവൻ്റെ ടെസ്റ്റിമോണി നമ്മൾ വിശ്വസിക്കുക? എനിക്ക് മനസ്സിലായി, മൈനർ പ്രീസ്റ്റിനെ എന്ത് വില കൊടുത്തിട്ടും സേഫാക്കുക എന്നുള്ളതാണ് നിൻ്റെ പ്രയോറിറ്റി സർമ്മ. പക്ഷെ എന്തൊക്കെയായാലും ഒരു തെറ്റിനും പണിഷ് ചെയ്യാതെ പോയിട്ടില്ല എന്നുള്ളത് നിനക്കറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കുമ്പോൾ പാട്രിയാർക്കൊന്ന് കഴിഞ്ഞൊടിച്ചതും അവിടേക്ക് വേറെ കുറേ ഗാർഡ്സ് വരാൻ തുടങ്ങി. ഹെഡ് റോയൽ ബോഡി ഗാർഡിനെയും മൈനർ പ്രീസ്റ്റിനെയും ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യുക. യെസ് പാട്രിയാർക്ക്. നോ, അവിടെ നിൽക്ക്. പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കാനല്ല ഞാൻ പറഞ്ഞ്. നോക്കുമ്പോൾ പെട്ടെന്നാണ് ആ വാതിൽ പൊളിഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ ആരോ വന്നു. അതാണെങ്കിൽ നമ്മളെ 10th എൽഡറായ എൽഡർ യോണാണ്. വൈകി വന്നതിന് എന്നോട് ക്ഷമിക്കണം, പക്ഷേ എനിക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. നോക്കുമ്പോൾ എൽഡർ യോണ് 2nd എൽഡറിൻ്റെ ബോഡി അവിടെ കണ്ട് കൊണ്ടുവന്നിട്ടു. അത് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടല്ലേ? ഒരു സംശയമല്ല, അത് തന്നെ. അപ്പോൾ അതിനർത്ഥം സർമ്മ പറഞ്ഞതൊക്കെ ശരിയാണോ? ഹിയോൺപേ, യു യൂസ്ലെസ് ബാസ്റ്റേഡ്. ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നു ഇൻസിനറേറ്റർക്ക് ആരും വരാതെ ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ മൂവയാണെങ്കിൽ ഇവിടെ ബോഡിയും കൊണ്ടാണ് വന്നത്. നോക്കുമ്പോൾ വേറെ ആരോ വന്ന് അവിടുത്തെ ഗാർഡ്സിനൊക്കെ ഇടിച്ച് പരത്താൻ തുടങ്ങി. അവരാണെങ്കിൽ ആ ഗാർഡ്സിനൊക്കെ എടുത്ത് ദൂരൊക്കെ വലിച്ചെറിയാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? മൈനർ പ്രീസ്റ്റിൻ്റെ എല്ലാ മാൻ പവറും ഞാൻ സ്പ്ലിറ്റ് ചെയ്തതായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാരാണ്? നീ എന്തായാലും കൃത്യസമയത്ത് തന്നെയാണ് വന്നത് ഹിയോബോങ്. ഇത് നിനക്കറിയാത്ത എൻ്റെ ഫോഴ്സാണ്. അങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണേ. സർ ലീയുടെ അറസ്റ്റ് കാരണം കൊണ്ട് അക്കാഡമി വേണമെങ്കിൽ ഇപ്പോൾ ഷട്ട് ഡൗൺ ആയിട്ടുണ്ടാവും. പക്ഷേ അവിടെ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. നോക്കുമ്പോൾ അത് യോണിൻ്റെ 4th സോഡായിട്ടുള്ള സംഗ്വാഹോ ആയിരുന്നു. എന്നെ മറികടന്ന് ആരും പോകാൻ നോക്കണ്ട. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടിൻ്റെ 30 മൈൽ ഈസ്റ്റാണ്. നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ആ ഗാർഡ്സൊക്കെ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തിട്ട് നിൽക്കുക. നമ്മുടെ എൽഡർ ഹുവാനാണെങ്കിൽ അവരെല്ലാവരെയും അരിഞ്ഞ് തള്ളിയും കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അവിടെ നിൽക്ക്. അവർ കുറേ പേര് ഒറ്റയടിക്ക് തന്നെ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ശ്വാസം മുട്ടുന്നതായിട്ട് എനിക്ക് കേൾക്കാം എൽഡർ ഹുവാൻ. ഇനി ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. നോക്കുമ്പോൾ മുന്നിലെന്തോ കണ്ടിട്ട് പെട്ടെന്നാണ് എൽഡർ ഹുവാൻ അവിടെ നിന്നത്. നോക്കുമ്പോൾ മുന്നിൽ അതിലും വലിയൊരു പട എന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ ആ ഫ്ലാഗ് കണ്ടപ്പോൾ തന്നെ എൽഡർ ഹുവാൻ ആകെ ഞെട്ടി. സേബർ സെക്റ്റും മ്യൂസീഷ്യൻ സെക്റ്റുമോ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. മൈനർ പ്രീസ്റ്റ്, കണ്ടിട്ട് ഇതെൻ്റെ അവസാനമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനെങ്കിലും പറ്റിയല്ലോ, അത് തന്നെ ധാരാളം. എല്ലാം തീർന്നു എൽഡർ ഹുവാൻ. കണ്ടിട്ട് ഈ റാറ്റിനെ നമ്മളെല്ലാവരും കോർണർ ചെയ്തെന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എൽഡർ ഹുവാനെ പിന്നെയും സ്വാഡൻ എടുത്തു. എന്തായാലും ഞാനിവിടെ മരിക്കുമായിരിക്കും. എൻ്റെ എല്ലാ എനർജി എടുത്ത് യൂസ് ചെയ്തേക്കാം. എന്നിട്ട് എനിക്ക് കഴിയുന്ന അത്ര പേര് എനിക്കിവിടെ തീർക്കണം. മൈനർ പ്രീസ്റ്റിൻ്റെ ഗ്ലോറിക്ക് വേണ്ടി ആരോ വിളിച്ചു പറഞ്ഞു. നോക്കുമ്പോൾ കേട്ടപ്പോൾ എൽഡർ ഹുവാൻ ഒന്ന് ഞെട്ടി. ഇത് നമ്മുടെ ഗ്രേറ്റ് ഡിമോണിക് ലോഡിൻ്റെ കയ്യിൽ നിന്നുള്ള ഓർഡറാണ്. എൽഡർ ഹുവാനാണെങ്കിൽ മനസ്സിലാവണില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ബേക്കിലുള്ള സേബർ സെക്റ്റിത്തെ മ്യൂസീഷ്യൻ സെക്റ്റിത്തെ ആൾക്കാരാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ അവർ പെട്ടെന്ന് എന്നോട് ചാർജ് ചെയ്തു. ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്ത് ആ ഈവിൽ വാരിയേഴ്സിനെ എല്ലാവരെയും അങ്ങ് തീർത്തേക്ക്. അത് കേട്ടപ്പോൾ അവരും ഞെട്ടി. ഇത് നമ്മുടെ ടീമല്ലേ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആ ഗാർഡ്സൊക്കെ ആ ഈവിൽ വാരിയേഴ്സിനെ തീർത്തുകൊണ്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ എൽഡർ ഹുവാനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് തന്നെ മനസ്സിലാവാതെ അതിൽ ഇങ്ങനെ നിൽക്കുക. അതേസമയം ഡിമോണിക് കൾട്ടിത്തെ ഗ്രാൻഡ് ഹാളിലാണെങ്കിൽ മൈനർ പ്രീസ്റ്റ് മരണം വരെ പോരാടണം എന്നാണ് നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഈ ഫാൾസ് അക്യൂസേഷന് എൻ്റെ നെയിം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഞാനിവിടെ വന്നത് നിങ്ങളുടെ ത്രോൺ എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പാട്രിയാർക്കൽ ഓർഡറാണ്. എല്ലാ എൽഡേഴ്സും ആ ട്രൈറ്ററിനെ പിടിക്ക്.
നോക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറേ എൽഡേഴ്സ് പാറി വരാൻ തുടങ്ങി. പക്ഷേ അവരെയൊക്കെ ആരോ അറ്റാക്ക് ചെയ്താണ്ട് ദൂരൊക്കെ തെറിപ്പിച്ചു. നോക്കുമ്പോൾ അത് നമ്മുടെ മറ്റേ മെയിൻ 6 സെക്റ്റത്തെ ബാക്കിയുള്ള 3 സെക്റ്റത്തെ ചീഫ്മാരാണ്. നിങ്ങളെന്താ അവൻ്റെ സൈഡിൽ നിൽക്കുന്നത്? അപ്പോഴാണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു 4 മണിക്കൂർ മുന്നേ കൾട്ടിൻ്റെ നോർത്ത് ഈസ്റ്റിലുള്ള സേബർ സെക്റ്റിൻ്റെ മാനറാണ് നമ്മളെ കാണിക്കുന്നത്. നോക്കുമ്പോൾ അവിടെ സേബർ സെക്റ്റത്തെ ചീഫും യോണും മുഖാമുഖം അങ്ങനെ നോക്കി നിൽക്കുക. വെറും ഒരൊറ്റ ഡിസ്റ്റൻറ്റ് വിസ്പറിങ് വേർഡ് മാത്രമേ എൽഡർബുവിന് വേണ്ടി വന്നുള്ളൂ. അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ പകുതി ഫോഴ്സും ഇവിടെ സറൗണ്ടായി നിന്നു. ഇവർക്കെന്തായാലും കുറച്ചധികം ഡിഫെൻസീവ് പവർ ഉണ്ട്. കൾട്ടിൻ്റെ ഈസ്റ്റേൺ റീജിയനിലുള്ള എല്ലാ ഫോഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് സേബർ സെക്റ്റുകാരാണ്. അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുകയാണെങ്കിൽ കഴ്സഡ് സ്വാഡ് ബ്രിഗേഡിന്ന് എനിക്ക് എൽഡർഹോനെ രക്ഷിക്കായിരുന്നു. പക്ഷേ ഈ ഡിസ്കഷൻ എങ്ങനെ പോവാന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു സ്കിൻ മാസ്ക് അല്ലേ? അവനായിട്ടത് അഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് എൽഡർ ഹുവാനല്ലാന്ന് എനിക്കൊരിക്കലും മനസ്സിലാവില്ലായിരുന്നു. അവനറിയാം അവനായിട്ട് തന്നെ വന്നാൽ ഞാൻ ഒരിക്കലും അവനെ കാണാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവന് ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മൈനർ പ്രീസ്റ്റ് പാട്രിയാർക്കിൻ്റെ ചേഞ്ചിനെ പറ്റി പറഞ്ഞ കാര്യത്തിൽ എന്തോ ശരിയായിട്ടുള്ളതുണ്ട്. ഞാൻ മാത്രമല്ല മറ്റുള്ള എൽഡേഴ്സും അത് നോട്ടീസ് ചെയ്ത് തന്നെയാണ്. അപ്പോഴാണ് പാട്രിയാർക്ക് ഓരോരുത്തരോടും പെരുമാറുന്ന രീതിയിൽ മാറ്റം വന്ന് നമ്മളെ കാണിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ അസറ്റായിട്ട് കണക്കാക്കാവുന്ന മൈനർ പ്രീസ്റ്റിനെ വരെ അദ്ദേഹം പുറത്താക്കി. നമുക്കെന്തായാലും കൂടുതൽ ടൈമില്ല. മൈനർ പ്രീസ്റ്റ്, ഇതൊക്കെ ഞാൻ പാട്രിയാർക്കിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി നീ ചിന്തിച്ചിരുന്നോ? നിങ്ങൾ അതാണ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവനെ കൂടുതൽ അറിയും തോറും അവന് ട്രൂ ഗഡ്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഡിനൈ ചെയ്യാനേ പറ്റുന്നില്ല. നിങ്ങൾക്കറിയോ ഈ 6 സെക്റ്റുകാരെയും ഈ കൾട്ടിൻ്റെ ഫൗണ്ടേഷനാക്കി വെച്ച് ചിയോൺ ബ്ലഡ് ലൈനിനെ ബോ ചെയ്യേണ്ടത് എന്തിനാണ്? അത് ഞങ്ങൾ ആരാധിക്കുന്ന ഫയറും ഡിമോണിക് സ്പിരിറ്റും കാരണം കൊണ്ടാണ്. അത് പാട്രിയാർക്കിൻ്റെ റോളാണ് ഈ ഫോഴ്സസൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഈ റോളാണെങ്കിൽ ചിയോൺ ബ്ലഡ് ലൈനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഫുൾഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ എന്തായാലും മൈനർ പ്രീസ്റ്റ്, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് അത് നമുക്ക് തന്നെ നാശം വരെ ചെയ്യുള്ളൂ. ഒരു കാരണമല്ലാതെ ഫൈറ്റ് ചെയ്യണത് ഒരു ഗ്രൗണ്ടില്ലാതെ നടക്കണ പോലെയാണ്. അപ്പോൾ എൻ്റെ ഈ ആക്ഷനും കൊണ്ട് വരുന്ന ബാക്ക്ലാഷ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ യെസ്. നമ്മളുടെ ഈ ശത്രുതയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും നിങ്ങളെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അത് പറഞ്ഞ് തീർക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേന് യോണാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് മതിയോ? നോക്കുമ്പോൾ യോണെന്തോ അവൻ്റെ സോഡെന്തോ പുറത്തേക്ക് എടുത്തു. ഇത് കണ്ടിട്ടാണ് എൽഡർ ബൂ എന്താണെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ ആ സോഡ് കൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കണ്ടപ്പോഴത്തേന് എൽഡർ ബൂ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി. ചീഫ്, അവിടെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ളത് നടക്കണ്ടോ? ഞങ്ങൾ ഉള്ളിലോട്ട് വരട്ടെ? അവിടെ നിൽക്ക്. ആരും, ഞാൻ പറയാണ്, ആരും ഈ റൂമിലോട്ട് വരാൻ നിൽക്കരുത്. നോക്കുമ്പോൾ എൽഡർ ബൂ അദ്ദേഹത്തിൻ്റെ റോ എനർജി പെട്ടെന്ന് തന്നെ അവിടെ ആകണ്ട് പരത്തി. മൈനർ പ്രീസ്റ്റ്, അത് നോക്കുമ്പോൾ യോണാണെങ്കിൽ ആ ബ്ലാക്ക് സോഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എൽഡർ ബൂ. അപ്പോൾ തൽക്കാലത്തിന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി യോണും പാട്രിയാർക്കും തമ്മിലുള്ള ഫേസ് ഓഫൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.